ആരും ചോദിച്ചാൽ ഈ എൻ്റെ മാരേജ് ഡീറ്റെയിൽസ് ഒക്കെ പറയും. എൻ്റെ കല്യാണം എങ്ങനെയായിരുന്നില്ല എല്ലാവർക്കും ഡൗട്ടാ. അതായത് ഈ ലവ് മാരേജ് ആണോ അതോ അറേഞ്ച് മാരേജ് ആണോ എന്നൊക്കെ ഡൗട്ടാ. ക്ലിയർ ആക്കി. അറേഞ്ച്ഡ് മാരേജ് ആണ്. അതിൻ്റെ ഉള്ളിൽ കൂടെ ലവ് മാരേജ്. ഉള്ളിൽ കൂടെ ലവ് മാരേജ് ഒന്നല്ലപ്പാ. അത് എന്താന്നുള്ളത് ആ മൈക്കൊന്നും നിങ്ങളില്ലേ പറഞ്ഞതാണ്. വോയിസ് അൽത്താഫ്. അൽത്താഫ് ആരാകുന്നു? അൽത്താഫ് അൽത്താഫ് ലോക ഉടായിപ്പേരി. അൽത്താഫ് അൽത്ത് വ്ളോഗ് ഇടുമ്പോ അല്ലാ ഇന്റെ പറ്റിയത്. അൽത്ത് വ്ളോഗ് കാണില്ലല്ലോ, പൊതുവെ കാണല്ലേ. അൽത്ത് ഉടായിപ്പാണ്. അൽത്താഫ് പറഞ്ഞ വ്യക്തി, അതായത് നമ്മളെ അളിയൻ, നമ്മളെ ഒരേ ഒരു അളിയൻ എൻ്റെ കമ്പനിക്കാരനാണ്. ഫ്രണ്ട് ഇനിന്നല്ല, ഫ്രണ്ടാണ്. എൻ്റെ കമ്പനിക്കാരനായിരുന്നു. അത് ചെറുപ്പം മുതലേ നമ്മളൊപ്പം പഠിച്ചാണ്. അപ്പം ഇപ്പം കട്ട കമ്പനി ആയിരുന്നാ. അപ്പോൾ എൻ്റെ കൈ കാണിക്കാൻ പക്ഷെ പിടിച്ചാണിപ്പാ. ഇത് പിടിച്ചാണ് കിട്ടണ്ടോ? ക്ലിയറിനാ കല്ലും മണ്ണലൊക്കെ തിന്നു. അത് നോക്കണ്ട, പിള്ളേരാണ്. അപ്പോൾ ഞാൻ പിറ്റേന്ന് ഇങ്ങനെ പരിധി നോക്കണം. അപ്പോൾ അൽത്തു ചെറുപ്പം മുതലേ മദ്രസ പഠിക്കുന്ന സമയത്ത് തമാശ നമ്മൾ ഫ്രണ്ട്സിനെ വിളിക്കുക, അളിയാ മച്ച അവിടെ വേണമെന്ന്. അതായത് ഞാനും അൽത്തും ചെറുപ്പം മുതലേ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇവിടെ കണ്ട സമയത്ത് മദ്രസ പഠിക്കുന്ന ഇവിടെ കണ്ട സമയത്ത് ഇപ്പം തമാശക്ക് ഇങ്ങനെ വിളിക്കും, അളിയാ നമ്മൾ കമ്പനിക്കാരെല്ലാവരും ഉണ്ടാവുമല്ലോ, എന്താ മച്ച പാട് എന്നൊക്കെ ചോദിക്കുന്ന പോലെ, അല്ല എന്താ അളിയാന്നൊക്കെ വിളിക്കുന്ന പോലെ. അപ്പോൾ തമാശക്ക് വിളിച്ചു തുടങ്ങിയതാ. തമാശക്ക് വിളിച്ചു തുടങ്ങിയാൽ അങ്ങനെ വളർന്ന പ്ലസ് 1 പ്ലസ് 2 എത്തിയപ്പോൾ ഇപ്പം വിളിക്കില്ല അളിയാന്നാ. ഇപ്പം പറയും ചെയ്യും എൻ്റെ പെങ്ങളാൻ കെട്ടുള്ളൂ, വെറുതെ പറയുന്നതാ. അപ്പോൾ ഞാനും പറയല്ലോ ആ കെട്ടിക്കടാ കുഴപ്പമില്ലടാ പോരടാ എന്നൊക്കെ പറയും. അങ്ങനെ ഒരു സുപ്രഭാതമല്ല വൈകുന്നേരങ്ങളിൽ ഒരു വൈകുന്നേരം വിളിച്ചോ ഗൾഫിൽ പോയി തിരിച്ചു വന്ന സമയത്ത് വൈകുന്നേരം ഗൾഫിലൊക്കെ പോയി തിരിച്ചു വന്ന സമയത്ത് ഫസ്റ്റ് വരത്തില്ല അതന്നെ ഗൾഫിൽ പോയി അത് ഗൃഹനാഥനായി ഗൃഹനാഥനായി പദവി ഏറ്റെടുത്തതിന് ശേഷം ഗൾഫിൽ പോയി തിരിച്ചു വരുമല്ലോ. ആ തിരിച്ചു വരുന്ന സമയത്ത് ഇതേമാതിരി ഒരു വൈകുന്നേരങ്ങളിൽ എന്നെ വിളിച്ചു ഇല്ലാസയോടെ അവൻ പറഞ്ഞാൽ വീട്ടിലുണ്ട് മുത്തേ നാട്ടിലെത്തിക്കണ് കാണാൻ പറ്റുമോ? ആ ഓക്കെ. അങ്ങനെ നാട്ടിലെത്തിയ ഓനെ നമ്മളെ വീടിൻ്റെ അവിടെ വന്നുകാണ്ട് എന്നെ കാണാൻ വന്നു. അത് നമ്മളിവിടെ സീക്കൻ്റെ വീടിൻ്റെ അവിടെ അല്ല, അങ്ങോട്ട് എൻട്രൻസില്ല, നമ്മളെ എൻട്രൻസ് അവിടെ. അപ്പോൾ എന്നോട് എന്താണ്ട് ചോദിച്ചു, എന്താ പാടേ സുഖമല്ലെന്ന് ചോദിച്ചു. ഞാൻ പറയാടാ അൽത്തു ഇങ്ങനെ എന്താണ്ട് എന്നോട് ചോദിച്ചു, എടാ ഒരു സീരിയസ് കാര്യം പറയാണ്ട് ഇവന് മറ്റേ കളം വരിക്കുക ഏത് ഇവർക്ക് പറയണുണ്ട്, എങ്ങനെ പറഞ്ഞാലേ ഞാൻ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുന്നുള്ളതൊക്കെ ഡൗട്ടാണല്ലോ. ഇവൻ എന്നോട് ഇങ്ങനെ കാഷ്വൽ ടോക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് എടാ കാര്യം പറയണ്ടോ വെച്ചാൽ എന്തേ നല്ലൊരു കാര്യം പറയണ്ട ഈ പറഞ്ഞോ എന്താ എടാ ഞാൻ സീരിയസ് ആണ് തമാശ ഒന്നുമല്ല എനിക്ക് എൻ്റെ പെങ്ങളെ കെട്ടിച്ചു ചോദിച്ചു. അപ്പോൾ നമ്മളെന്തായിരിക്കുക തമാശയാണായിരിക്കും. ഞാൻ പറഞ്ഞു അതിനെന്താ മുത്തേവാ പോരിപ്പോൾ തന്നെ കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ അവൻ കാര്യമായിട്ട് പറഞ്ഞു സങ്കടപ്പെട്ടൊക്കെ പറഞ്ഞു. രണ്ടര കേട്ടിട്ടാലേ നമ്മള് കഥ രസം ഉണ്ടാവുള്ളല്ലോ. പിന്നെ അടുത്ത് ചോദിച്ചു, അപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം ഇത് സീരിയസ് ആണെന്നുള്ളത്. കഴിഞ്ഞ കാരണം അവളെ കല്യാണം നോക്കിയിട്ടില്ല. +2 18 ആയിക്കണോ? 18 ആയിണ്ടോ? ഡിഗ്രി പഠിക്കണോ? അതായത് ഇവളെ വേറെ ഇവക്ക് ഫസ്റ്റ് വന്ന പ്രപ്പോസൽ അൽത്തൂല. അതായത് ഒരു പെണ്ണ് കാണാൻ വരട്ടെ എന്ന് ചോദിക്കുന്ന ഫസ്റ്റത്തെ പ്രപ്പോസൽ അൽത്താഫിൻ്റെ. അതിനുശേഷം കുറേ പ്രപ്പോസൽ വന്നിട്ടും ഇവള് കെട്ടിയത് അൽത്താഫിനെ. അതും ആലോചിക്കണോ, ഇവക്ക് ഒരു 1ാം ക്ലാസ്സിലൊക്കെ മദ്രസ പഠിക്കുന്ന സമയത്ത് ആ കുരുപ്പ് കോയി അങ്ങനെ തന്നെ പറയുള്ളൂ. എൻ്റെ പിയാപ്പിള കോയിന്ന് ഓന് സകല പെൺകുട്ടികളെ മായ നോക്കിയിട്ടുണ്ടാവും ഇതിലേക്ക് എത്തിണ്ടാവുക. എന്നിട്ട് ആ 1ാം ക്ലാസ് പഠിക്കുന്ന ഇവളെ ഓന് 6ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കണോ നോക്കി. പക്ഷെ തമാശ എന്ത് സപ്പോർട്ടല്ല അന്നൊക്കെ പറയാൻ പറ്റില്ല. ഓന്റെ സ്വഭാവം വെച്ചിട്ട് 5 വയസ്സ് ഞാൻ ഒന്നുള്ളത് പ്രസവിച്ചിട്ടുള്ളൂ. 5 വയസ്സ് കറക്റ്റ് ടൈം. അങ്ങനെ അൽത്ത് ചോദിച്ച് ഇപ്പച്ചിനെ മീറ്റ് ചെയ്ത് ഇപ്പച്ചിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ നടന്നതാണ്. ഇപ്പച്ചിനെ മീറ്റ് ചെയ്ത് ഭയങ്കര ഇപ്പച്ചി നല്ല പോസ്റ്റ് ഇട്ട് ഇപ്പച്ചി എന്ത് പറഞ്ഞോ ഇപ്പച്ചി പറഞ്ഞാൽ കാണാൻ മീറ്റ് ചെയ്യാറുണ്ട്. ഇപ്പച്ചി എന്നെ വിളിച്ചുകൊണ്ട് വെച്ച് ഹലോ ഞാൻ അൽത്താണ് ഞാൻ അൽത്താഫാണെന്ന് പറഞ്ഞു. എന്താ നിങ്ങളൊന്ന് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അല്ല നിങ്ങൾ എവിടെ ഉള്ളത്? ഞാൻ പറഞ്ഞു ഞാൻ ചാലിയത്താണ്. അന്ന് ചാലിയത്താണ് പണി. എന്നോട് ചോദിച്ചു ഞാൻ ചാലിയത്താണ് കാണാൻ പറ്റും? കാണാൻ പറ്റും. എപ്പോഴാണ് വരും? ഞാൻ പറഞ്ഞ 4 മണിയില്ലേ
അസർസ്കാരം കഴിഞ്ഞ ശേഷം ഇപ്പച്ചി പോയില്ല, ഇപ്പച്ചി ചാമ്പി, ഇപ്പച്ചി ഓനെ ചാമ്പി. പക്ഷെ ചെക്ക രാവിലെ മുതൽ ഇപ്പച്ചി എപ്പോഴാ വരുന്ന ടൈം നോക്കിയിട്ട് രാവിലെ മുതൽ അങ്ങനെയുള്ള ഒരു ഉദ്ദേശമുള്ള ആളാണ് എന്ത് ചെയ്യണോ, ഓ അന്ന് പോവാണ് അല്ലേ, അന്ന് വൈകുന്നേരം അന്ന് രാത്രി പോവാണ്. അപ്പൊ ഓൻ എന്ത് ചെയ്യണം, അതിന്റെ തലേ ദിവസം പറയണോ ഒന്ന് കാണാൻ പറ്റുമെന്ന്, ഇത് പോണ നേരം വന്നുകൊണ്ട് കാണാൻ പറ്റുമെന്ന്. അങ്ങനല്ല, അത് പറയരുത്. പക്ഷെ ഞാൻ ഓനെ ഭാഗത്തേക്കുള്ളൂ, കാരണം ഓൻ അത്ര ഓപ്പൺ ആയിട്ട് ഡയറക്റ്റ് വന്നു ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. പക്ഷെ അൽത്തു എനിക്ക് വിളിച്ചാണ്ട് പറഞ്ഞ ആളിയാ, എനിക്ക് വിളിച്ചാണ്ട് പറഞ്ഞ അളിയാ എടാ ഞാൻ അപ്പോഴും അളിയാന്നാണ് വിളിക്കുന്നത്. അതായത് ഞാൻ ഓക്കെ പറഞ്ഞിട്ട് ഓൻ എന്നെ അളിയാന്ന് വിളിക്കുന്നത്, ഫ്രണ്ട് എന്ന വയസ്സുള്ള അളിയാന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്നോട് അൽത്ത് പറഞ്ഞു, എടാ ഞാൻ രാവിലെ മുതൽ നിൽക്കുന്നുണ്ട് ഇപ്പനെ കാത്ത്, ഇപ്പം എന്നോട് ഇങ്ങനെ സമയമൊക്കെ പറഞ്ഞിനി, എന്നാലും ഞാൻ രാവിലെ മുതലേ കാത്തുക്കുണ്ട്. മറ്റേ ജിംഷാൻ്റെ മൊബൈൽ ഷോപ്പിലോടാണ് ഞാൻ വൈകുന്നേരം വരെ കുറേ നേരം നിന്ന്, പിന്നെ ഇപ്പം എൻ്റെ കോളും വരുത്തൊന്നും കാണുന്നില്ല, ഇനിയിപ്പോൾ എന്താ വെച്ചാൽ അതിനനുസരിച്ച് നിന്നു പറഞ്ഞു. അതായത് നിങ്ങൾക്ക് താല്പര്യമില്ലാണ്ട് വരാത്ത പറഞ്ഞത്. അങ്ങനെ ആ ട്രാക്ക് അവിടുന്ന് വിട്ടു. പിന്നെ കല്യാണത്തിന് വരുമെന്നോ എന്നോട് ചോദിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഇരിക്കുക. ഞാൻ യു എയിൽ പോയില്ല. അതിന് ശേഷം ഞാൻ യു എയിൽ പോയ സമയത്ത് അവിടുന്ന് ഏകദേശം 1.5 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ ഉണ്ടാണ് ഗെയിം. 1.5 കൊല്ലം കഴിഞ്ഞ ശേഷം ഞാൻ ദുബായി പോകണം. ഞാൻ ദുബായി പോയ സമയത്ത് എന്നോട് പറഞ്ഞു ഓൻ്റെ ഭാഗത്തു നിന്ന്, അതായത് ഓൻ്റെ നാട്ടിൽ നിന്ന് ഒരു പ്രപ്പോസൽ നമുക്ക്. അപ്പം ഞാൻ ഓൻ ഇത് വിട്ടെന്ന് ഞാൻ വിചാരിച്ച്, ഞാനും വിട്ടെന്ന് ഓനും വിചാരിച്ച് നിൽക്കുക. അതുകൊണ്ട് ഇനിയിപ്പോൾ ഓൻ വിട്ടിട്ടുണ്ടാവില്ല, അതുകൊണ്ടാണല്ലോ അങ്ങനെ ആയത്. ഓനോട് പറഞ്ഞു, അല്ല ഞാൻ ഓനോട് പറഞ്ഞു ഇടയ്ക്കൊരു അനിയത്തിക്ക് ഒരു പ്രപ്പോസൽ വന്നിട്ട് നിങ്ങളെ ഭാഗത്തു നിന്നാണ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ആയിക്കോട്ടെന്ന് പറയുമ്പോൾ അന്വേഷിച്ച് പിടിച്ചിട്ട് പറഞ്ഞു. അല്ല ഞാൻ എനിക്കൊരു മൈൻഡ് ഉണ്ട്, ഓന്റെ മൈൻഡിൽ ഉണ്ടോ നമുക്ക് അറിയുവാണല്ലോ. അതല്ല അതാണ് അൽത്തൂന് ഇപ്പോഴും എന്നോട് എന്തെങ്കിലും ഉണ്ടോന്ന് അറിയാനും കൂടെ വേണ്ടിയാണ് ചോദിച്ചത്. അപ്പൊ അൽത്തു പിന്നെ ഓനെ പറ്റി അവിടെ അന്വേഷിക്കാൻ അൽത്താഫിനോട് അന്വേഷിച്ചാൽ വിവരം കിട്ടും ചെയ്യും. അതിനാണ് എന്റെ പ്രപ്പോസൽ. അത് എനിക്ക് ആ ചെക്കൻ്റെ പ്രപ്പോസൽ വന്ന സമയത്ത് ഓക്കെ അൽത്തൂനെ പറ്റി അൽത്തൂന്, പക്ഷെ എനിക്കിന്റെ മൈൻഡിൽ എന്താണ് അൽത്തൂന് ഇപ്പോൾ എന്താണ് പ്ലാൻ എന്നുള്ള അറിയണമല്ലോ. അങ്ങനെ അൽത്തൂന്ന് വെച്ചപ്പോൾ അൽത്തു ഒക്കെ ഓനെ പറ്റി ഡീറ്റെയിൽസ് ഒക്കെ അന്വേഷിച്ചിട്ടുണ്ടോ. എന്നിട്ട് പറഞ്ഞു അടാ ഇല്ലാസേ ഞാൻ ചോദിക്കണോണ്ടൊന്നും തോന്നരുത്, അടാ ഇജി ഒന്നും കൂടെ അന്വേഷിച്ചൊക്കെ സംസാരിച്ചു നോക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഇതിൻ്റെ ഒക്കെ മുന്നുണ്ടായ സംഭവിച്ചാൽ അൽത്തു പ്രപ്പോസൽ ആയിട്ട് വന്ന സമയത്ത് ഈ പോത്തിനോട് ഞാൻ പറഞ്ഞു എടി അൽത്തു ഇങ്ങനെ വന്നിക്കണ് എന്താ ചെയ്യണ്ടേ. അപ്പോൾ എന്നോട് പറഞ്ഞു എന്താണ് വാവ ഇജി പറയണത്, ഇജി പറയണതിന് എന്താ അർത്ഥമുള്ളത്, എൻ്റെ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബ്രദറിനെ പോലെ അല്ലേ, ഞാൻ എങ്ങനെ മൂപ്പരെ കാണാം, ഇന്നെ കൊണ്ട് കഴിയൂല എന്നൊക്കെ പറഞ്ഞു. വൻ സീൻ. അന്നേ അൽത്തു എന്നോട് പറഞ്ഞു ഇല്ല സേ ഓളോട് സംസാരിക്കാൻ ഒരു 2 മിനിറ്റ് സ്പേസ് ആയിരുന്നു പറഞ്ഞു. നമ്മൾ താല്പര്യപ്പെട്ടാലേ കൊടുക്കാനുള്ളൂ. ഞാൻ അങ്ങനെ യു എ പോയ സമയത്ത് ഇവർ വീണ്ടും പ്രപ്പോസ് ചെയ്തല്ലോ, പ്രപ്പോസലായിട്ട് മുന്നോട്ട് വന്ന സമയത്ത് ഇവർക്ക് ഞാൻ ആദ്യമായിട്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ടാക്കി കൊടുത്ത്. അതിൽ ഓ റിക്വസ്റ്റ് അയച്ചിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ട് അവൾ അക്സെപ്റ്റ് ചെയ്യണം കേട്ടോ. വേറെ രസം റിക്വസ്റ്റ് ഇട്ടിട്ട് ഞാൻ മാർച്ചിലെത്താൻ തോന്നുന്നു. ഒരു മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യണത്. അങ്ങനെ കഴിഞ്ഞ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് പിന്നീട് ഫോൺ കാണിക്കാനാ. അങ്ങനല്ലേ ഞാൻ ഇതേമാതിരി യുഎയുടെ സമയത്ത് ഞാൻ അങ്ങനെ നിൽക്കുമ്പോൾ ഇവിടെ പ്രപ്പോസൽസ് ഓരോന്നോരോന്നും ഇങ്ങനെ വരിക. അപ്പോൾ അതിനൊക്കെ ഒരു തീരുമാനമാവില്ല, അങ്ങനെ സ്കിപ്പ് ചെയ്ത് കളിക്കാം. പിന്നെ ഞാനൊരു ദിവസം നിൽക്കുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് സാനുവിൻ്റെ സാനുക്ക് വിളിക്കലല്ലോ പേഴ്സണലി. എനിക്ക് സാനു വിളിച്ചിട്ടുണ്ടായിരുന്നു, വാവേ ഒരു കാര്യം പറയണ്ട എന്താ വെച്ചാൽ ഇഞ്ഞില്ലേ എനിക്ക് വേറെ നോക്കണ്ട, എനിക്ക് അൽത്തുക്കാക്കനെ മതിയിട്ടോ മതി. അൽത്തുനോട് ഇവളോട് സംസാരിച്ചതോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല. അതിന്റെ മുന്നേ അളിയനോട് സംസാരിച്ചില്ലേ കാക്ക? ആരോട്? ഇല്ലില്ല ഇജാണ് എന്നോട് ആദ്യം പറയണത്. ഇജി എന്നോട് ആദ്യം പറഞ്ഞു നിങ്ങൾ എന്തോ ഒരു പ്രപ്പോസൽ വന്നപ്പോ എന്നോട് ചോദിച്ചു എന്ത് എന്തെങ്കിലും ഉണ്ടോ. ഇജി എനിക്ക് ഇപ്പോഴും ഓർമ്മ. ഇജി എനിക്ക് അങ്ങോട്ട് മെസ്സേജ്. ഞാൻ അത്ര ഇതായിട്ടല്ല പറഞ്ഞത്. ഇത് ശരിക്കും അൽത്താഫിനെ എടുത്തിട്ട് പറയണോ വരാത്തോണ്ടാണ് പറയാത്തത്. കാക്കന്റെ റിക്വസ്റ്റ് വന്നൊക്കെ ഞാൻ അവനോ പറഞ്ഞു എന്നോട് പറയണേ ഇവള് റിക്വസ്റ്റ് വന്ന കാര്യമാണ്. പക്ഷെ ഇവിടെ അക്സെപ്റ്റ് ചെയ്ത് മെസ്സേജ് ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞിട്ടില്ല. ഇത് ഞാൻ അക്സെപ്റ്റ് ചെയ്യണ്ടായിരുന്നു. അപ്പോൾ എന്താ മയ്യേ, അപ്പോൾ എവിടെ നിർത്തിയേ? അവിടെ കഴിഞ്ഞ മുന്നേ ഉള്ളിൽ വന്നപ്പോൾ നല്ല കോഴി പൊരിച്ചതിനെ വേണം, അടിപൊളി. അപ്പോൾ ഗൈസ് നമ്മളിവിടെ പറഞ്ഞത് സാനു എനിക്ക് മെസ്സേജ് അയച്ചു. എനിക്ക് മെസ്സേജ് അല്ല, എനിക്ക് വിളിച്ച് റിക്വസ്റ്റ് അയച്ചതൊക്കെ എന്നോട് പറഞ്ഞു റിക്വസ്റ്റ്. അപ്പോൾ നമ്മൾ ക്യാഷ്വലായിട്ട് ഇതിൽ വിചാരിക്കുള്ളൂ. അങ്ങനെ സാനിക്ക് വിളിച്ചോണ്ട് പറഞ്ഞു ആണ് 100 എനിക്ക് വിളിച്ചു പറഞ്ഞതാ. ഞാൻ വിളിച്ചു പറഞ്ഞവണേ അൽത്തുന് വിളിച്ചോണ്ട് അല്ലളിയാ ഇതെന്താ സംഭവം. അപ്പോൾ അൽത്തു
ഞാൻ ആ 2 വരി പാട്ട് പാടിയത്. അന്നൊരു സമയമുണ്ട് മറ്റേ എന്താ ഒരു അമർ അക്ബർ അന്തോണി ഫിലിമിലുണ്ട്. ഞാൻ ഏത് പെൺകുട്ടികളും വീണ്ടും 2 വരി പാട്ട് എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ. അപ്പോൾ അൽത്ത് പറഞ്ഞു ഞാൻ ആ 2 വരി പാട്ട് പാടിയിടാറ് ആ ക്യാഷിലോട്ട് പറഞ്ഞു. പക്ഷെ ഞാനത് പിന്നെല്ലാം പെട്ടെന്ന് ഇപ്പം ചട്ടപ്പെട്ടാറായി. വെച്ചാൽ ഞാൻ യു എയിൽ നിന്ന് നിർത്തി യാതൊരു ചാടി പോകുന്നു. അതിന് ശേഷം അൽത്തുനെ വിളിച്ചെടുത്തി വേഗം പോരും നമുക്ക് എൻഗേജ്മെന്റ് കഴിക്കാറ്. അങ്ങനെ എൻഗേജ്മെന്റ് ആയി, പെട്ടെന്ന് നിക്കായി. പിന്നെ നിക്കായി പിന്നെ ഏകദേശം 2 ഒക്കെ പെട്ടെന്ന് ചട്ടപ്പെട്ടാറാണ്. ഒന്നും ഗ്യാപ്പിട്ടില്ല. ഇവര് ഇവര് കമ്മിറ്റഡ് ആയി എന്ന് കണ്ടത് തന്നെ കാണും. ഉള്ളിൽ കൂടെ കളിച്ചു. അന്ന് നമ്മൾ കോണ്ടൂർ റിസോർട്ട് പോയില്ല, കോണ്ടൂർ റിസോർട്ട് പോയില്ല നമ്മൾ വയനാട്. ഞാൻ യു എന്ന് വന്ന സമയത്ത് നമ്മൾ ഫാമിലി ആയിട്ട് എല്ലാവരും കൂടെ പോയി, ചുമത്തുന്ന എല്ലാവരും കൂടെ. അന്ന് പോയെന്നൊക്കെ ഉണ്ടല്ലോ, അന്ന് പോയെന്ന് 30 ചാറ്റ് നമ്മൾ അറിയില്ല, പക്ഷെ ഏകദേശം അറിയാം. പക്ഷെ അന്ന് പോയത് മുതൽ തിരിച്ച് വരുന്ന വരെ ഇവള് കറക്റ്റ് ഞങ്ങൾ 8:10 ഇന്ന സ്ഥലത്ത് അപ്ഡേറ്റ് ആയി, 9:10 ചായ കുടിച്ചു, 1:10 പൂളിൽ ചാടി, 2:10 ഇത് ഫുള്ള് ഡീറ്റെയിൽസ് ആയിട്ട് ഇവ ഓളോട് അപ്ഡേറ്റ് ചെയ്യണി. അപ്പോൾ മനസ്സിലായി ഇത് കട്ടൊക്കെ അസ്ഥിക്ക് അയക്കണത്. പിന്നെ അവിടുന്ന് പിന്നെ ഏകദേശം അതിനുശേഷം ഞാൻ അവിടെയുള്ള സമയത്ത് തന്നെ വന്ന് കാണാനൊക്കെ വന്നു കേട്ടോ. അങ്ങനെ വലുത് ഏകദേശം കൺഫേം ആണ്. പക്ഷെ കറക്റ്റ് വെച്ചോളൂ കിട്ടണേ. അപ്പൊ അതിന് ശേഷമല്ലേ കോണ്ടൂർ റിസോർട്ട് പോയത്. വാവ അവിടുന്ന് വരുന്നതിന്റെ മുന്നേ സെറ്റ് ആയിക്കണേ, വാവനെ കാണാൻ വന്നേ. പിന്നെ അളിയന് ഉപ്പച്ചിക്ക് മെസ്സേജ് വിളിച്ച് അപ്പൊ വാക്കാല് പറഞ്ഞ പിന്നെ നമ്മള് പിന്നതായി അല്ല എഴുതി പാസ് ചെയ്ത് ഒക്കെ തന്നെ. സാനുല്ലേ, സാനു പണ്ടൊക്കെ മദ്രസന്നൊക്കെ അൽത്താഫ് ഇങ്ങനെ അളിയാന്നൊക്കെ വിളിച്ചിട്ട് എന്നെ കളിയാക്കുന്ന സമയത്ത് അന്ന് പൊട്ടിയേ മെയിന് പൊട്ടിയാ മെയിൻ പീസ് പൊട്ടിയില്ലല്ലോ അറിയില്ല. അങ്ങനെ അൽത്തും മദ്രസന്നൊക്കെ ഇതേമാതിരി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കളിയാ വിളിക്കുമല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു അൽത്താഫിനെ നമ്മൾ പറയില്ലേ ഇപ്പാ ചെറുപ്പത്തിൽ നമ്മൾ പറയില്ല അൽത്താഫാനെ കെട്ട് നമ്മളിങ്ങനെ പണ്ടുള്ളവർ പറഞ്ഞേക്കാം കേൾക്കണ നമുക്ക് ഇഷ്ടമല്ല അൽത്താഫ കെട്ടാന്നുള്ളത്. പണ്ടുള്ളവർ പറഞ്ഞേക്കാം പ്രായമുള്ളമാർ പറഞ്ഞ നമ്മൾ പല വട്ടം പറഞ്ഞത് അത് എഴുതപ്പെടുന്ന പറഞ്ഞേക്കാം. അത് എഴുതപ്പെട്ടത് അല്ലെന്നില്ല നല്ലത്. അൽത്തുനെ പോലത്തെ ഞാൻ ആദ്യം വേണ്ട പ്രൊപ്പോസൽ ഇനി ഗെയിമാണെന്നുള്ള നമുക്കറിയില്ല, നമ്മളെ വട്ടന്മാരാക്കി വലിയ. പക്ഷെ അൽഹംദുലില്ലാ ഞാനല്ലോ ഇക്കാക്കനോട് ചോദിച്ചോക്ക ഇന്നെന്നാ കണ്ടേന്ന്. അപ്പൊ 2ാം ക്ലാസ്സിന് പിന്നെ 10 കണ്ടിട്ടുണ്ടോ. 10 പഠിക്കുമ്പോഴാണ് ഓൻ കാണുന്നത്. 2ാം ക്ലാസ്. പക്ഷെ ഞങ്ങൾ അളിയാന്ന് വിളിക്കുന്നത് ഫ്രണ്ട്സ് ബേസിലാണ്. അളിയാ കളിക്കല്. അൽത്താഫിന്റെ വിറ്റല്ല. അൽത്താഫിന്റെ പ്രപ്പോസൽ കഴിഞ്ഞ് ഓക്കായി കല്യാണം കഴിഞ്ഞപ്പോ നാട്ടിലുള്ള കമ്പനിക്കാർ മുഴുവൻ അവിടെ അനക്കിഞ്ച് പെങ്ങളിട്ടോന്ന് കാരണം കമ്പനിക്കാര് കെട്ടിച്ചു കൊടുത്തല്ലേ പറഞ്ഞപ്പോ. വേറെ വെച്ചാല് അൽത്തു എന്താ പറയാൻ വന്ന് മറന്നായി. അൽത്തുവിന്റെ വിസലിച്ചിട്ട് അതിൽ നമ്മളെ പലർക്കും ഉണ്ടാവാൻ അറിയില്ല. കമ്പനിക്കാരന് അളിയനായി വരിക പറഞ്ഞാൽ റയറാ. നമ്മളെ കമ്പനിക്കാരനെ നമ്മളെ അളിയനാക്കുക, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ കല്യാണം കഴിക്കുന്നത് എൻ്റെ കമ്പനിക്കാരൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കണം എന്നുള്ളതൊക്കെ റയറാണ്, ചിലവ് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്പനിക്കാരനെ മച്ചാന്ന് വിളിക്കുക, എന്ത് വിളിക്കുക, കമ്പനിക്കാരനെ എന്ത് വിളിക്കുക. അളിയനെപ്പോൾ ഇപ്പോൾ അൽത്തു അന്ന് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇൻ കേസ് അളിയാ ഇത് പ്രപ്പോസൽ മുന്നോട്ട് പോയി സക്സസ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമ്പനി വിടാൻ പറ്റില്ല. ഇനി സക്സസ് ആയി ഇനി കല്യാണം കഴിഞ്ഞാൽ കമ്പനി വിടാൻ പറ്റില്ല. അളിയെന്നുള്ള സ്റ്റേജ് ഞങ്ങൾക്കില്ല. എനിക്ക് ഓർമ്മ ഉണ്ടേ ഇതേമാതിരി നമ്മളെ നിക്കാക്കെ കഴിഞ്ഞ ശേഷം ഞാൻ അളിയൻ്റെ തോള് കെട്ടിടാ അൽത്തോ അവിടെ പാടാറ പറ്റിയുടെ അപ്പച്ചി അളിയനാണ് അങ്ങനെ അത് ചിലർക്ക് ഉണ്ടാവില്ല, അളിയന്മാർക്ക് എടുത്ത് കൊടുക്കണമല്ലോ. അപ്പോൾ അപ്പച്ചി പറഞ്ഞേ അങ്ങനെ വിളിക്കരുത്, ഞാൻ അളിയനാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞു. ഓനക്കാണെങ്കിൽ അങ്ങനെ അളിയാ വിളിക്കണ ഇഷ്ടമല്ല, അളിയാ വിളിക്കാൻ ഇഷ്ടമല്ല. ഇപ്പോൾ സാലിനെ അളിയാ വിളിക്കുന്ന ഇഷ്ടമല്ല. എന്നിട്ട് സാലിപ്പോൾ കാക്കാന്ന് വിളിപ്പിക്കണേ, വിളിക്കില്ല ചിലർ വിളിക്കില്ല അലിങ്കാക്ക അലിങ്കാക്ക, അതൊന്നും അൽത്തുന് ഇഷ്ടമല്ല. അപ്പോൾ പറഞ്ഞു തരുന്നത് വെച്ചാൽ ഇവരത് രണ്ടാളും പക്ക അറേഞ്ച്ഡ് മാരേജ് ആണ്. പക്ഷെ അതിൽ ലവ് ഉണ്ടോ വെച്ചാൽ ഒരു 1 സൈഡ് ലവ് ഉണ്ട്, 1 സൈഡ് ലവ്. പക്ഷെ എൻ്റെതും ഷായിലാൻ്റെതും അതേപോലെ തന്നെ അറേഞ്ച്ഡ് മാരേജ് ആണ്. എല്ലാവരും ചോദിക്കും, കുറേ ആൾക്കാർ ഓക്ക് പേഴ്സണൽ മെസ്സേജ് അയക്കും. അതെ കല്യാണം കഴിഞ്ഞാൽ പ്രേമിക്കുകയാണെങ്കിൽ. ഷായിലാൻ്റെ കേസ് ഷായിലാനോട് എല്ലാവരും പേഴ്സണലി ഓക്ക് മെസ്സേജ് അയക്കും. അങ്ങനെയുണ്ട്, അതൊന്നുമില്ല കേട്ടോ. ഒക്കെ നാച്ചുറലി ഒക്കെ കറക്റ്റ് നടക്കുന്ന സമയത്ത് നടന്നിട്ടുള്ളൂ, ആരും പറ്റിച്ചിട്ടില്ല. അപ്പോൾ ഷായില അതേമാതിരി എന്നോടും ഓളോടും എല്ലാവരും പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട്, നിങ്ങൾ ലവ് മാരേജ് ആണെന്ന്. അല്ല, അറേഞ്ച്ഡ് മാരേജ് ആണ്. ലവ് ആഫ്റ്റർ മാരേജ് അങ്ങനെ പറയാം. ലവ് ആഫ്റ്റർ മാരേജ്, ലവ് അല്ലല്ലോ ആദ്യം, ആഫ്റ്റർ ജിന്നെ തെറ്റിക്കല്ല, ഗ്രാമർ വരുമ്പോൾ അങ്ങനെ ആവും വരിക. എന്തായാലും വേണ്ടില്ല, കാര്യം ഓൾക്ക് മനസ്സിലാക്കണ്ടോ. വേറെ കാര്യം
അപ്പം അതേപോലെ തന്നെ ചിലർ ഡൗട്ട് ഇപ്പിമ്മി ലവ് മാരേജ് ആണ്. ഇപ്പിമ്മി ലവ് മാരേജ് അല്ല. ഞങ്ങളെല്ലാം ചിലർ ചോദിക്കുന്നുണ്ട് ഇപ്പിമ്മി ലവ് മാരേജ് ആണോ ചോദിക്കുന്നത്. ഇപ്പിമ്മി ലവ് മാരേജ് അല്ല, അറേഞ്ച് മാരേജ് ആണ്. അത് ഈ കോളത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് എല്ലാവർക്കും ഉണ്ട്. കളി കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നുണ്ടോ ലവ് മാരേജ് അല്ല. ലവ് അല്ലാതെ അറേഞ്ച് മാരേജിലും ഇതേപോലെ മുന്നോട്ട് ഏതോ പെണ്ണിനെ കാണാൻ വന്നിട്ട് വൈ തെറ്റിയാണ്. അങ്ങനെ ഇപ്പച്ചിന്റെ കഥ അതാണ്. എങ്ങനെ അതെ വേറെ പെണ്ണിനെ കാണാൻ പോയോടത്തുനിന്ന് കിട്ടിയ പെണ്ണാണ് ഇതാ ഈ പെണ്ണ്, ഈ കിണ പെണ്ണ് ഇല്ലമ്മാ. അതങ്ങനെ തന്നെ സത്യം. വേറെ പെണ്ണാണോ പോയത്? വേറെ പെണ്ണ് കാണാൻ പോയതാണ്. അപ്പൊ എല്ലാരുടെ കേസും ഇതെങ്ങനെയാണ്. അതായത് ഇവിടെ ആരും പ്രേമിച്ച് കെട്ടില്ല. ഇനി സാല് പ്രേമിച്ച് കെട്ടാനുള്ള പ്ലാൻ ഉണ്ട്. സാലിനെ നടത്തിക്കൂല. ഞങ്ങൾക്കോ കിട്ടിയില്ല. അത് അങ്ങനെ ഞങ്ങൾക്ക് എനിക്കോ കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് പൊടിരുമ. അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ചെറിയ ട്രോഫിയാണിത്. ജൂനിയർ അൽത്താഫ്. ഗൈസ് എല്ലാരും പറഞ്ഞു അത് അൽത്താഫിനെ പോലെ തന്നെ ഇല്ലേ? എല്ലാരും പറഞ്ഞ അൽത്താഫിനെ പോലെയാണ്. ആദ്യം വേണമെന്നില്ല. ആദ്യം സാനുവിനെ പോലെ ഇനി കാണാൻ ഏകദേശം പ്രസവിച്ച സമയത്ത്. പിന്നെ പരിണാമം സംഭവിച്ച് ഒക്കെ വാപ്പാനെ പോലെ വാപ്പായി. അപ്പം നമ്മളെ ജൂനിയർ അൽത്താഫ് അതാ മൈക്കെടുത്ത് അല്ല തുടങ്ങണോ നോക്കിപ്പാ. ഹലോ പറഞ്ഞാലേ. ഹലോ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞണി. ഓ നോസോട്ടാ അതും നോസോടെ അതുപോലെ നോസോടെ ക്യാമറ ഉണ്ടോ ഇപ്പം അതേ സ്വഭാവം. അതാണ് ഗൈസ് അൽത്തുവിൻ്റെ സെയിം ക്വാളിറ്റി ആണെന്നുള്ള പറഞ്ഞാൽ അൽത്തു തന്നെ. ക്യാമറ വന്നാൽ അൽത്തു ഭയങ്കര ഷൈയാണ്. അതേപോലത്തെ മോനും ഷൈയാണ് അല്ലേ? ഇനി ഒരു പെൺകുട്ടിനെ പ്രൊഡ്യൂസ് ചെയ്യും എന്നിട്ട് തന്നെ അതേപോലെ ആക്ക്. ഓക്കെ ഏത് അങ്ങനെ പറയുള്ളൂ. നമ്മളാക്കിയെടുക്കും അല്ല. അത് മോനെ പകുതി വീട്ടിയും പകുതി കേട്ടിയും. ഒരു 2 വയസ്സ് കഴിഞ്ഞാല് 3-ാമത്തെ വയസ്സിലേക്ക് കടന്നാൽ ഇത് വീട്ടിയാവും. അതാ വലിച്ചെറിഞ്ഞ കേട്ടി ഫാമിലി പറഞ്ഞോളൂ. ഫോണ് പേഴ്സിന്ന് പൈസ അടച്ചാ പോക്കറ്റ് അതപ്പം വായിക്കൊണ്ടേ. അതാ എന്തൊക്കെ പറയണ്ടേ. ഹാപ്പി ബർത്ത്ഡേ അവ എടുത്താ അതോ നോസോടാ അതിന്റെ നോസ് കാണിച്ചാ ക്യാമറ കാണിക്കണ്ട. അതിന്റെ നോസോടേ അത് ശാല ചോദിക്കണം. പറഞ്ഞു വെച്ചോടെ. ഉള്ളിൽ കൂടെ കൊണ്ടോട്ടോ. അപ്പൊ ഗൈസ് അതാണ്. പൊണ്ടാട്ടി സെറ്റ് വാ. ഇനിയിപ്പോ പൊണ്ടാട്ടിക്ക് ഫേസ് ഫാത്തോ ഇപ്പൊ പിടിച്ചാണിപ്പോ 1x 2x 1x. അപ്പോൾ എന്നോട് എത്ര പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ലവ് മാരേജ് ആണെന്നുള്ളത്. ലോട്ട് ഓഫ് പീപ്പിളാ മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം എന്ന് പറയാണ്ട് ലവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എത്ര നല്ലതിനെ നോക്കൂ. അടാ അങ്ങനെ പറയരുത്. എന്തിനീ ഓർമ്മ ആ പാട്ട് മറ്റേ മണിച്ചേട്ടൻ്റെ പാട്ടല്ല ആ ഓർമ്മകൾ പോയി മറഞ്ഞു. അതാണ്. അപ്പോൾ വന്നതും നല്ലതിന്, പോയതും നല്ലതിന്, ഇനി വരാനിരിക്കുന്നതും നല്ലതിന്. സായില അതിന്റെ അടിയിൽ കൂടെ തേച്ചിട്ട് പോയി. അപ്പോ ആരാ യെസ് ഹലോ 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 നടുവില് വാങ്ങിച്ച ആത്മ നടുവില് വാങ്ങിച്ച നടുവില് അപ്പൊ ഗൈസ് ഇത്രേ ഉള്ളൂ. ഞങ്ങൾ അറേഞ്ച്ഡ് മാരേജ് ആണ്. ശരിക്കും ഇങ്ങനെയല്ല, അൽത്തും കൂടെ വേണത് എക്സ്പ്ലെയിൻ ചെയ്യാൻ. അൽത്ത് വരില്ല ഗൈസ്. അൽത്തിന് ഭയങ്കര ശരിയാണ്. എല്ലാവരും ചോദിക്കുന്നത് അൽത്ത് വരുന്നതൊക്കെ കുറേ ആൾക്കാർ വേറെ ചോദിക്കുന്നുണ്ട് വീഡിയോ ഒക്കെ തരില്ലാത്തൊക്കെ. അതിൻ്റെ മെയിൻ കാരണം അൽത്തിന് മടിയാണ്. പിന്നെ ഓൻ്റെ പ്രൊഫഷണലായിട്ട് ഓടണോണ്ട് ഓനക്ക് നേരമില്ല. ഓൻ വരും ഇൻഷാല്ലാ. കുറച്ചും കൂടെ കഴിഞ്ഞാൽ അവനെ വലിച്ചിട്ട് ആകെ അങ്ങോട്ട് മാനൊക്കെ എടുത്തണം. ഒരു വട്ടം നഞ്ഞാൽ വീണ്ടും വന്നോളും. അപ്പം ഇതിൻ്റെ ഭാര്യ ഇതിൻ്റെ പെങ്ങള് അതാകണം ഉമ്മ പോണ്. ആരാ ഓടും ആ മോട്ടർ ഇട്ട് സ്റ്റാൻഡേർഡിലോട് ക്യാമറ കൂടിയാണ് ഇങ്ങനെയാണ്. പെണ്ണുങ്ങൾക്ക് എന്താ പറയാ? ഞാൻ അതേപോലെ നഞ്ഞതാണ് എങ്ങനെ
അറിയില്ല നഞ്ഞാ പിന്നെ അങ്ങനെ യെസ് നഞ്ഞത് അതന്നെ പെട്ടെന്ന് എത്തില്ല. ഷായിലിൻ്റെ കേസാണ്. ഷായിലെ പണ്ട് ഫോട്ടോക്ക് നിൽക്കൂല, വീഡിയോക്ക് നിൽക്കൂല, ഒരു പരിപാടി ഇങ്ങനെ കുളിച്ച് ഒരുങ്ങി വന്നിട്ട് ഇങ്ങനെ ഈ ഇരുത്തോ അതിൻ്റെ അപ്പുറം. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടപ്പോൾ നമ്മൾ പണ്ട് ഓർമ്മ നമ്മൾ ഇപ്പോൾ ഡ്രസ്സ് എൻഗേജ്മെന്റ് കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോയി രാത്രി. അന്ന് 36 കുളിച്ച് മുടിയൊക്കെ വാരടി പരിപാടിക്കൊക്കെ പോണ മാതിരി 36 നല്ല പാർട്ടി വെയർ ഒക്കെ ഇട്ടിട്ട് പെരയിൽ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല അടിപൊളി കോസ്റ്റ്യൂം ഒക്കെ ഇട്ടിട്ട് ആശാന്. ഇപ്പൊ ഇന്നിപ്പോ പുറത്ത് പോയോണ്ടാണ് ഈ കോലം. അല്ലാന്നുണ്ടെങ്കിൽ ഇടല്ലോ ഉണങ്ങിയ കുപ്പായുണ്ട് 36 ഇട്ടാണ്ട് ഇറങ്ങാം, ഒരു പച്ചപ്പുള്ളിയുള്ള പാൻറ്റും. ഞാൻ അങ്ങനെ ആലോചിക്കൂ പണ്ടൊക്കെ പാത്രം എന്ത് വൃത്തിക്കാൻ നടന്നിന്, ഇപ്പൊ നായ്ക്കോലത്തിൽ എടുക്കണത്. അത് പറയാ കല്യാണൊക്കെ കഴിഞ്ഞില്ല ഇനിയിപ്പോ അത് ഇജു അങ്ങനെ തന്നെ നടക്കല്. പണ്ട് ഞാൻ അതൊക്കെ ഇനി അങ്ങനെ മൂവേണ്ടപ്പാ ഒരു ലെവലെന്ന് വെച്ചാൽ കൈ അടയുണ്ടാ അത്ര ഉള്ളു പച്ചി. ഇതൊരു അമ്മായി മോന് എന്താണീ കുട്ടിയാണോ തീന്റെ കുട്ടിയാണോ തെരുവിലടാ പൊട്ടാ. എന്നാ ബോക്സ് ഇതുമ്പോ ലൈറ്റ് ഉണ്ട്, ഇതുമ്പോ ലൈറ്റ് ഉണ്ട്. പാത്ത് വരും നോക്കണേ. ഹലോ അതോ അതിന്റെ നോസ് കാണിച്ചാ അമ്മക്കൊന്നും തരുന്നേ അല്ലാന്ന് ആരാ പറഞ്ഞേ? കറക്റ്റ് കണ്ടു പഠിക്കും 3 വയസ്സ് കഴിഞ്ഞാല്. അല്ല ഇപ്പൊ നമ്മളെ കുടുംബത്തില് ജനിച്ചോളക്കാളും കൂടുതൽ വന്ന് കയറി ഇപ്പോഴാണ് ടോപ്പ് ടൈപ്പ്. ഷായിലാന്റെ ഒരു സാധനം ഉണ്ട് മോളെ പറഞ്ഞാണ്ടല്ല ചിരിച്ച് മണ്ണപ്പൂ അല്ലെന്റെ മോനെ. ഈ ഗൈസ് ഷായില 22 വയസ്സും 2 മാസം തികയുന്ന ദിവസം അല്ല ഇന്നലെ 2 മാസം തികഞ്ഞില്ല, ഇന്നലത്തേക്ക് ഒരു കണ്ടുപിടുത്തം കണ്ടിട്ടുണ്ട്. അത് ജൂലൈ അല്ല മെയ് 25 അല്ലെയോ? മെയ് 25 ആകുമ്പോൾ ജൂൺ 25 ജൂലൈ 25 നാളത്തേക്ക് കറക്റ്റ് പറയാച്ചാൽ 22 വയസ്സും ഒരു 58 ദിവസം ആയ സമയത്ത് ഷായിലൻ്റെ ഒരു കണ്ടുപിടുത്തം പുറത്തിറക്കിന്. ആ കണ്ടുപിടുത്തം ഞാൻ പുറത്തിറക്കിയാൽ എൻ്റെ മാനം പോവും, പുറത്തിറക്കിയാൽ ഇവിടെ മാനം പോവും. അത് ഞാൻ പേഴ്സണലി പറയുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്ര ബുദ്ധി എൻ്റെ കുട്ടിക്കുള്ളൂ, ഞാൻ നോക്കിയെടുത്താണ്. കാരണം നമുക്ക് ബാലൻസ് ചെയ്ത് പോകണ്ടേ, അതാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ ഗൈസ്. എനിക്ക് ബുദ്ധിയുള്ള എനിക്ക് ബുദ്ധിയുള്ള കേസ് മറ്റേ മിന്നലിന്റെ കേസിൽ എല്ലാവരും അറിഞ്ഞു നോക്കിട്ടോ. അപ്പൊ ഗൈസ് വീഡിയോ എത്ര ഉള്ളൂ? ലൈക്ക് ചെയ്യണ്ട ഓളെ ഞാൻ പറയും. ലൈക്ക് ചെയ്യണ്ട, ലൈക്ക് ചെയ്യാ, കമന്റ് ചെയ്യാ, പറ, ലൈക്ക് ചെയ്യാ, ഷെയർ ചെയ്യാ, സബ്സ്ക്രൈബ് ചെയ്യാ. ബൈ.